എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നേരുന്നു. നിങ്ങൾ എവിടെ താമസിച്ചാലും, ഏത് വിദേശത്ത്, എത്ര അന്യമായ സംസ്കാരത്തിൽ ജീവിച്ചാലും നിങ്ങൾ കേരളത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ മലയാളം വർത്തമാനത്തിൽ പറയുക മാത്രമല്ല, മലയാളം പഠിക്കുകയും മലയാളത്തെ സ്നേഹിക്കുകയും ചെയ്യേണ്ടവരാണ്. നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ പെറ്റമ്മയുടെ ഭാഷ മലയാളമാണ്. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാഷ. കുഞ്ഞിന് അമ്മ പാല് തരുന്നു. പാല് തന്നാണ് അമ്മ വളർത്തുന്നത്. അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നതിനേക്കാൾ വിലപ്പെട്ട മറ്റൊരു ഭക്ഷണവും ഈ ലോകത്തില്ല. അതുപോലെയാണ് ഭാഷ. പെറ്റമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് പോലെയാണ് ഭാഷ. ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. എന്താണ് നിങ്ങളുടെ മാതൃഭാഷ? എൻ്റെ ഭാഷ എന്ത്? എൻ്റെ സംസ്കാരം എന്ത്? ഇന്ത്യയുടെ സംസ്കാരം എന്ത്? കേരളത്തിൻ്റെ സംസ്കാരം എന്ത്? നമ്മുടെ പാട്ടുകൾ എങ്ങനെ? നമ്മുടെ കവിതകൾ എങ്ങനെ? നമ്മുടെ കഥകൾ എങ്ങനെ? നമ്മുടെ നാട്ടുകാർ എങ്ങനെയായിരുന്നു, എങ്ങനെ ജീവിക്കുന്നു? കേരളത്തിൻ്റെ പച്ചപ്പ് എങ്ങനെ? നമ്മുടെ മലകൾ, നമ്മുടെ ചെടികൾ, നമ്മുടെ മരങ്ങൾ, നമ്മുടെ തെങ്ങ്, പ്ലാവ്, മാവ്, ഇതൊക്കെ പരിചയപ്പെടണം. നമ്മുടെ നദികൾ, നമ്മളുടെ അനന്തമായ പച്ച നെൽപ്പാടങ്ങൾ, നമ്മളുടെ കിളികൾ, ഇവരെയൊക്കെ അറിഞ്ഞു നിങ്ങൾ അറിയണം. ഇവയൊക്കെ പരിചയപ്പെട്ടാൽ മാത്രമേ ഒരു കുട്ടി മലയാളിയായിത്തീരുകയുള്ളൂ. എന്തിനാണ് മലയാളിയാകുന്നത് എന്ന് ചോദിച്ചാൽ, കേരളമാണ് നിങ്ങളുടെ അമ്മ. കേരളത്തിൻ്റെ അമ്മയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ കുട്ടിയാകണമെങ്കിൽ നമ്മുടെ ഭാഷ അറിഞ്ഞിരിക്കണം. നമ്മുടെ സംസ്കാരം എന്താണെന്നറിയണം. നമ്മുടെ പുസ്തകങ്ങൾ എന്താണ്? നമ്മുടെ വലിയ എഴുത്തുകാരാരൊക്കെയാണ്? നമ്മുടെ നേതാക്കന്മാരാരൊക്കെയാണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരാരൊക്കെയാണ്? രാജ്യത്തിന് വേണ്ടി ആരൊക്കെ ജോലി ചെയ്യുന്നു? എന്തൊക്കെ നടക്കുന്നു നാട്ടിൽ? ഇതെല്ലാം നിങ്ങൾ അറിയണം. ഇതൊന്നും അറിയാതെ തികച്ചും വിദേശികളായി നിങ്ങൾ വളർന്നു വന്നാൽ നിങ്ങൾ വേരുകളില്ലാത്തവരായി പോകും. വേരുകൾ ഉണ്ടായിരിക്കണം. ഏത് ചെടിക്കും, ഏതൊരു മനുഷ്യനും, ഏതൊരു മൃഗത്തിനും അതിൻ്റേതായ വേരുകൾ ഉണ്ടായിരിക്കണം. വേരുകൾ വേണമെങ്കിൽ അവനവൻ്റെ സംസ്കാരം എന്തെന്നറിയണം, അവനവൻ്റെ ഭാഷ എന്തെന്നറിയണം. മലയാളത്തെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കണം. മലയാളത്തെ സ്നേഹിക്കണമെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം. വീട്ടിൽ നിങ്ങൾ ഇംഗ്ലീഷായിരിക്കും സംസാരിക്കുകയെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛനമ്മമാരോട് പറയൂ, മലയാളത്തിൽ അച്ഛനമ്മമാർ വർത്തമാനം പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ മലയാളം പഠിക്കും. എനിക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളോട് മാത്രമല്ല അച്ഛനമ്മമാരോടും പറയാനുണ്ട്. നിങ്ങൾ മലയാളത്തെ സ്നേഹിക്കുകയാണെങ്കിൽ മാത്രമേ, നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുകയും മലയാളത്തെപ്പറ്റി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് മലയാളം പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്കതിനൊരു ആകർഷണം, ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ നാവിൽ നിന്ന് വേണം അത് കേൾക്കാൻ. അച്ഛനും അമ്മയും നല്ല മലയാളത്തിൽ സംസാരിക്കുന്നവർ കേട്ട് വളരട്ടെ. അച്ഛനും അമ്മയും കൊച്ചു പാട്ടുകൾ അവരെ പഠിപ്പിക്കട്ടെ. നല്ല മലയാളം പുസ്തകങ്ങൾ അവരുടെ കയ്യിൽ കൊടുക്കട്ടെ. അവർ വായിക്കട്ടെ. വായിച്ച് ഈ മാതൃഭാഷയുടെ മാധുര്യം എന്ത്, ഞാനാദ്യം പറഞ്ഞാൽ അമ്മയുടെ മുലപ്പാലിൻ്റെ വിലയെന്ത് എന്നറിഞ്ഞ് നല്ല മലയാളികളായി ഏത് വിദേശത്തെ എത്ര സുഖഭോഗ സമൃദ്ധിയിൽ ജീവിച്ചാലും ഞാൻ കേരളത്തിൻ്റെ കുട്ടി, ഞാൻ ഇന്ത്യയുടെ കുട്ടി എന്നുള്ള ഒരഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിയുമാറാകട്ടെ. അതുമാത്രമാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾക്ക് നന്മ വരട്ടെ. നിങ്ങളെ മലയാളം പഠിപ്പിക്കാനൊക്കെയുള്ള ഈ കർമ്മ എന്നുള്ള പരിപാടിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയവും നേരുന്നു. ഈശ്വരാനുഗ്രഹം നേരുന്നു.